അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ. രണ്ട്, നിവിൻ പോളിയുടെ പോരാട്ടം നമ്മൾ ആരും മറക്കരുത്. നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി വന്നു. നിവിൻ പോളി അത് തെളിവ് സഹിതം, അതായത് നിവിൻ പോളി ദുബായിൽ പോലും ഇല്ലാതെ എറണാകുളത്ത് നിൽക്കുന്ന നിവിൻ പോളി ദുബായിൽ ഡിജിറ്റലി റേപ്പ് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ദിവസങ്ങളിൽ നിവിൻ പോളി എറണാകുളത്തുണ്ടെന്ന്, ഹോട്ടൽ ബില്ലുണ്ട്, ഒരുപാട് പേരുണ്ട്. വിനീത് ശ്രീനിവാസൻ അടക്കം അത് പറഞ്ഞിരുന്നു. അത് വ്യാജ പരാതിയാണെന്ന് നമുക്ക് പൊതുമണ്ഡലത്തിൽ തെളിയുന്ന 2-3 കാര്യങ്ങളാണ്. കോടതിയാണ് ആത്യന്തികമായി വിധി പറയേണ്ടത്. 2, 99% എനിക്ക് എതിരഭിപ്രായമുള്ളവരാണ് ആഷിഖ് അബു, റിമാ കല്ലിങ്കലും. അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ഫെമിനിസത്തോടും എല്ലാം എനിക്ക് എതിർപ്പാണ്. റിമാ കല്ലിങ്കൽ ശബരിമലയെ കുറിച്ച് പറയുന്നതിനോട് എതിർപ്പാണ്. പക്ഷേ 100% അവർക്ക് പിന്തുണയും 100% റിമാ കല്ലിങ്കലും ആഷിഖ് അബുവിനും ഒപ്പുമാണ്. ആരെങ്കിലും അവർക്കെതിരെ എന്തെങ്കിലും ഭ്രാന്ത് വിളിച്ചു എന്ന് പറഞ്ഞവരെ നമ്മൾ ഒരിക്കലും കുറ്റക്കാരനാക്കരുത്. ഈ സുചിത്ര എന്ന് പറയുന്ന സ്ത്രീ ധനുഷ് അവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞവരാണ്. വിജയ് ഡ്രഗ് പാർട്ടി നടത്തുന്നു എന്ന് പറഞ്ഞവരാണ്. ഇങ്ങനെ ഒരുപാട് ഉണ്ടയില്ലാ വെടി ആരോപണങ്ങൾ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവരെ ഒന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കരുത്. 2017 സുജി ലീക്സ് എന്ന് പറഞ്ഞ് കൂടെയുള്ള സ്ത്രീകളെ പോലും അപകീർത്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഇവർ പറഞ്ഞതാണ്. ഇവർ ഒരുപാട് ഇതേപോലെ കോൺട്രവേഴ്സി പറയുന്നുണ്ട്. അതായത് ഹേമ കമ്മിറ്റി തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലിനെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് പറയുന്ന ഭൂലോക മണ്ടത്തരം പറയുന്ന ഒരു വ്യക്തി റിമാ കല്ലിങ്കലിനെ കുറിച്ചും ആഷിഖ് അബുവിനെ കുറിച്ചും പറഞ്ഞതുകൊണ്ട് അവരെ നമ്മൾ കരിവാരത്തെ കണ്ട യാതൊരു കാര്യമില്ല. ഞാനൊരു വലതുപക്ഷക്കാരനാണ്. ഞങ്ങളുടെ വലതുപക്ഷത്തെ പല സുഹൃത്തുക്കളും ഇതൊരു അവസരമായിട്ട് എടുത്ത് മട്ടാഞ്ചേരി മാഫിയാണെന്നും ഹാഷിഷ് അബു ആണെന്നും ഒക്കെ അവരെ വിളിച്ച് അപകീർത്തിപ്പെടുത്തുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയത്തോട് പൂർണ്ണമായി വിയോജിക്കുമ്പോഴും 100% റിമാ കല്ലിങ്കലിനും 100% ആഷിഖ് അബുവിനും പിന്തുണ നൽകുന്നു. 4, മിനി മാഡത്തിന് എനിക്ക് വലിയ ഇഷ്ടവും ബഹുമാനമാണ്. എന്തിനാണ് മിനി മാഡം ചിരിക്കുന്നത്? ഇതൊക്കെ മാഡത്തിന് എങ്ങനെ അറിയാം? രാഹുൽ ഈശ്വറിന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പ്രശാന്ത് സാറിനോ രേണുകയ്ക്കോ എങ്ങനെ അറിയാം? ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പൊതുമണ്ഡലത്തിൽ മുമ്പേ ചർച്ചയ്ക്ക് വന്ന കാര്യങ്ങളാണോ? നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? അല്ല, രാഹുൽ കത്തിക്കേറുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇത് ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിലാണ്. ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ടല്ല. ആയിക്കോട്ടെ, മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിരപരാധിയാണ് എന്ന് രാഹുൽ വിധി എഴുതുന്നതിന് മുൻപൊന്ന് ഓർമ്മിപ്പിച്ചുവെന്നേ ഉള്ളൂ. ഒരു സെക്കൻഡ്, തിരിച്ചും വിധി എഴുതണ്ടല്ലോ. ഇത് ചിരിക്കബിൾ ആണ്, ലാഫബിൾ ആണ്. ഇതിന്റെയൊക്കെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയും സ്വാധീനവും സാമുദായിക ശക്തിയും സമ്പത്തിന്റെ കളിയും എന്നൊക്കെയാണ് എന്ന ദുസ്സൂചന വെച്ച് നമ്മൾ ചിരിക്കുന്നത് എന്തിനാ? അതായത് ആരുടെയെങ്കിലും ജീവിതത്തിൽ നല്ലത് വന്നെങ്കിൽ നമ്മൾ പരിഹസിച്ച് ആനന്ദിക്കുന്നത് എന്തിനാ? മുകേഷിന്റെ ഭാഗത്ത് ന്യായം കാണും, അതുകൊണ്ടാണ് കൊടുത്തത്. അല്ലെങ്കിൽ ഇടവേള ബാബുവിന്റെ ഭാഗത്ത് ന്യായം കാണും, അതുകൊണ്ട് കൊടുത്തത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന്. എന്തായാലും നമുക്ക് ആർക്കും അറിയില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. കോടതിയുടെ മുമ്പിൽ എത്തിയ രേഖകളാണ്. അവർക്ക് കിട്ടുമ്പോൾ സന്തോഷിക്കുകയോ വിഷമിക്കുകയോ ഉണ്ട്. എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഞാൻ ഒരു പുരുഷവാദിയാണ്. ഒരു പുരുഷനെയും അങ്ങനെ അപമാനിക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് മിനി മാഡം എന്തായാലും ഒരു പുരുഷ വിരോധിയല്ല. മിനി മാഡം ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ പ്രശ്നം. ആരെങ്കിലും അവൻ നിരപരാധിയാണെന്ന് കോടതി തെളിയിച്ച അത് കാശിന്റെ ശക്തി. അവൻ കോടതിയിൽ അനുകൂലമായ വിധി കിട്ടിയ അതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന്റെ മോശം എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ആലോചിച്ച് നോക്കൂ. അവിടെയാണ് നിവിൻ പോളിയുടെ ഒക്കെ പോരാട്ടത്തിന് ഏറ്റവും പ്രാധാന്യം ഉണ്ടാകുന്നത്. നിവിൻ പോളി പറഞ്ഞ എനിക്ക് വളരെ അഭിമാനം തോന്നി, ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്ന്. കാര്യം ഇയാൾക്കും കുട്ടിയും കുടുംബമൊക്കെ ഇല്ലേ? ഇയാൾക്കും വീട്ടുകാരില്ലേ? ഈ മുമ്പ് ആ പരാതി കൊടുത്ത സ്ത്രീ 2 പരാതി കൊടുത്തു. അതിൽ 2ലും സെക്ഷൽ അലിഗേഷൻ ഇല്ല. ഇവര് പറയുന്നത് നിവിൻ പോളി 3. രാഹുലിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിവിൻ പോളി പറഞ്ഞത് ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്ന്. എല്ലാ ഇതുപോലെ പോരാടുന്നവർക്കും ഒപ്പം രാഹുൽ ഉണ്ട് എന്ന് അറിയാതെ ആയിരിക്കും. ഞാൻ രാഹുലിലേക്ക് തിരിച്ചു വരാം. രാഹുലിലേക്ക് തിരിച്ചു വരാം. രാഹുൽ, ഞാൻ ഒരു കാര്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനോട്